വരുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെ എവിടെയാണ് എന്താണെന്നുള്ള സ്പോട്ട് ചെയ്ത് വന്ന് തിരിച്ച് ക്യാമ്പിൽ നിന്ന് റൂമിലേക്ക് വന്ന് അതിരാവിലെ തന്നെ 4-5 മണിയാകുമ്പോഴത്തേക്ക് ആ സ്പോട്ടിലേക്ക് നമ്മൾ എത്തി വെയിറ്റ് ചെയ്യും. ഡിഫറെൻറ്റ് ടൈഗറെ ഷൂട്ട് ചെയ്യാനുള്ളൊരു വാശി പിന്നീട് എനിക്കത് വന്നു. കാടായതുകൊണ്ട് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, നമ്മളെ കാട്ടിനെ കുറിച്ച് പഠിച്ചാൽ ഒന്നുമല്ല. നാട്ടിലെ ജീവിക്കുന്നേക്കാളും സേഫാണ് കാട്ടിൽ. ഇവരെടുത്ത് ചാടി ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അവിടെ നിൽക്കണം, ആസ്വദിക്കാന്നേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. അവിടെ വന്യജീവിക്ക് വലിഞ്ഞു കയറാനൊന്നും ആർക്കും ഇതില്ല. വല്ലാത്തൊരു ഫീൽ തരുന്ന ഒരു അനുഭവമാണ് കാട്ടിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിൽ പലരും കാട് കാണുന്നത് സിനിമയിലും വീഡിയോസിലൊക്കെ ആയിരിക്കും. എന്നാൽ ഈ കാടിനെ തൊട്ടറിയുന്ന, ആ കാടിൻ്റെ കാഴ്ചകളെ ക്യാമറ കണ്ണുകളിൽ പകർത്തുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ മഹേഷ് കലാലയം. നമസ്കാരം. ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമാണ്. നല്ല വിശേഷമാണ്. നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പം, മഴയും അങ്ങനെ ആയിട്ടൊരു രസമുള്ളൊരു, ഇനി അങ്ങോട്ട് കാഴ്ചകളും അത്രയും രസമായിരിക്കും. പ്രകൃതി ഒരുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മഴയും കാറ്റും ഒക്കെ ഉള്ളൊരു സമയമാണ്. നല്ലതായിരിക്കും. അതുകൊണ്ടൊരു ഹാപ്പിയാണ്. അതെ. ഇങ്ങനെ കാത്തിരിക്കാറുണ്ടോ ഈ ഒരു ക്ലൈമറ്റ് വരാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, അങ്ങനെയല്ല. എല്ലാ ക്ലൈമറ്റും നമുക്ക് ഓരോ ചിത്രങ്ങളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയാനുണ്ടാവും. അതുപോലെ മഴയൊരു സുഖമുള്ളൊരു കാര്യമല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഈ പാലക്കാട് അല്ലെങ്കിൽ കേരളമൊക്കെ ഇങ്ങനെ പച്ചപ്പിൽ നിൽക്കുന്നത് മഴ വരുമ്പോഴല്ലേ, അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഓക്കെ. ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, പഠിക്കാൻ പറ്റും. അതെ, ഫേമസ് കോട്ടാണ്. മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിൽ ആ ഒരു ഡയലോഗ് പറഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും ചോദിക്കാറുണ്ട്, ഫോട്ടോഗ്രാഫേഴ്സിനെ കാണുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു? ഇത് പണ്ട് മുതലുള്ളതാണ്. നമ്മൾ 10th മുതൽ അച്ഛൻ്റെ കൂടെ കാട് കയറിയതാണ് ഞാൻ. അച്ഛൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഒന്നും അല്ല, അച്ഛൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അച്ഛൻ്റെ കൂടെ പറമ്പിക്കുളത്ത് വർക്കിന് പോകുമ്പോൾ അങ്ങനെ കൈപിടിച്ച് കാട് കയറി അന്ന് കാടിനെ ഇഷ്ടപ്പെട്ടാണ്. അന്ന് പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയിലായിരുന്നു നമ്മളെ തുടക്കം. ബട്ടർഫ്ലൈ പോലെയുള്ള ആ ചെറിയ ക്യാമറകളിൽ അന്ന് അതൊക്കെ എടുക്കാൻ കഴിയുള്ളൂ. പിന്നീട് അങ്ങോട്ട് പഠിത്തത്തിനൊപ്പം തന്നെ ഈ കാടിനോടുള്ള സ്നേഹവും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയോടുള്ള സ്നേഹവും കൂടി വന്നു. പിന്നീട് അങ്ങോട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി. അവിടെ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി പഠിത്തം കഴിഞ്ഞു. വീണ്ടും ഞാൻ വരുമാനമുള്ള മേഖല വിട്ടിട്ട് തിരിച്ച് കാട്ടിലേക്ക് ഇറങ്ങി. യെസ്, അതാണ് വരുമാനമുള്ള മേഖല. നമ്മളെല്ലാവരും ജീവിക്കുന്ന അൾട്ടിമേറ്റ് മണി, നമുക്ക് പൈസ വേണം, അത് വേണം. പക്ഷെ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു സാധ്യത കുറവല്ലേ? തീർച്ചയായും. ഇതിലേക്ക് കയറി വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ളൊരു മേഖല കൂടിയാണ് വൈൽഡ് ലൈഫ്. ഞാൻ എല്ലാവരോടും പറയും, എല്ലാവർക്കും ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ നല്ല ചിത്രം കണ്ടല്ല, അല്ലെങ്കിൽ ന്യൂസിലും പേപ്പറിലൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഇതിലേക്ക് ഇറങ്ങിയാൽ കൊള്ളാമെന്ന് പറയാം. ഇന്നത്തെ എല്ലാവരും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ പാരൻസ് വിളിച്ച് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുള്ളൂ, ആദ്യം ഒരു നല്ലൊരു ജോലി അവിടെ വേണം. അതിനൊപ്പം യാത്രയും ഫോട്ടോഗ്രാഫിയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയും കൊണ്ടുപോകും. യെസ്, പാഷൻ പ്രൊഫഷൻ രണ്ടാക്കണം എന്നാണോ? അതോ? എൻ്റെ ഇതിൽ അങ്ങനെയും പറയാൻ കഴിയില്ല. ഞാൻ ഫോട്ടോഗ്രാഫർ തന്നെ ആയതുകൊണ്ട് ഇത് രണ്ടും ബന്ധമുള്ളൊരു, അല്ലെങ്കിൽ ഞാൻ രണ്ടും ഒന്നാക്കി എന്ന് വേണം പറയാം. കുറച്ചുകൂടി ഈസിയാണ്. അതെ. സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട്? ആദ്യം സപ്പോർട്ട് അല്ലായിരുന്നു, പിന്നീട് ഞാൻ മാറില്ല എന്ന് അവർക്ക് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം. അതെ. പിന്നീട് അംഗീകാരങ്ങളും അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ചിത്രങ്ങൾ മീഡിയാസ് ആയിക്കോട്ടെ അവരെല്ലായിരുന്നു. പിന്നീട് അവർ സപ്പോർട്ടായിട്ട് അങ്ങനെ വന്നു. പിന്നെ നമ്മൾ ഒരിക്കലും മാറില്ല. നമ്മളെ തലയ്ക്കകത്ത് ഇത് കയറിയാൽ ഒരിക്കലും വിട്ടു പോകാൻ കഴിയില്ല. അതാണ് പറയാം. ഓക്കെ. ഈ കാടിലേക്ക് പോവാ, കാട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പണ്ട് കഥ പറയുമ്പോൾ പണ്ട് ഒരു കാട്ടിൽ, ആ ഒരു കാട്ടിൽ വെച്ചൊരു ഒരു സ്റ്റോപ്പാണ്. പിന്നെ എല്ലാം നമ്മുടെ ഇമാജിനേഷൻ ആണ്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ കാടിനെ വർണ്ണിക്കാറുണ്ട്. ചിലപ്പോൾ വളരെ പ്രണയമായിരിക്കും, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അറ്റ് എ ടൈം നമ്മൾ എന്ത് ചെയ്യും, ഒരു കുറച്ചും കൂടി പേടിപ്പെടുത്തുന്ന, അഭീതിപ്പെടുത്തുന്ന ആ രീതിയിലേക്കും പറയാറുണ്ട്. മഹേഷേന്റെ കണ്ണിലെ കാട് എന്താ? ബ്യൂട്ടിഫുൾ ആണോ, പ്രേമാണോ, പേടിയാണോ, ഭീതിയാണോ, എന്താ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, അല്ല
ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ കാട് തന്നെയെന്ന് പറയും. അതിനപ്പുറം വേറെ ഒന്നുമില്ല. അല്ലാതെ കാട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും എൻ്റെ ലൈഫിലേക്ക് തന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കുക അങ്ങനെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ എല്ലാ യാത്രകളും ഞാൻ ഏത് വേറൊരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ വൈൽഡ് ലൈഫിന് മാത്രമായിട്ടേ പോവുള്ളൂ. വൈൽഡ് ലൈഫ് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അതാണ് എൻ്റെ കാടിനോടുള്ള സ്നേഹം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ കോവളം ബീച്ച് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഒരു 3-4 രാജ്യങ്ങൾ കറങ്ങി 10-18 സംസ്ഥാനങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ കോവളം ബീച്ച് പോയിട്ടില്ല, എനിക്കങ്ങനെ അതിനോട് താല്പര്യം ഇല്ല. നമ്മുടെ ഉദ്ദേശം കാട് തന്നെയാണ്. ഏറ്റവും ഭീതിപ്പെടുത്തുന്ന കാട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും? ഞാനത് പറയില്ല. എനിക്കൊരുപാട് കാടിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ കാട് എനിക്ക് വേറൊരു രീതിയിൽ എനിക്ക് ഒന്നും തന്നിട്ടില്ല, അല്ലെങ്കിൽ അപകടങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നതുകൊണ്ട് കാട് അത്രത്തോളം എല്ലാ കാടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പൊ ഇത്രയും സ്ഥലങ്ങൾ സഞ്ചരിക്കുന്നു, പല പല കാടുകളിൽ പോയിട്ടുണ്ട്. ഇപ്പൊ ഭീതി മാറ്റി നിർത്തി നമ്മൾ അവിടെ ഒരു ഇഷ്ടം എടുക്കുകയാണെങ്കിൽ ഇതാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ്, ഇതാണ്, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അഗൈൻ ആൻഡ് അഗൈൻ ഞാൻ പോവാൻ റെഡി ആണെന്ന് പറയുന്ന ഒരു കാട്, അതേതായിരിക്കും? ഞാൻ ഒരുപാട് സ്വപ്നം കൊണ്ട് നടന്ന ഒരാളായിരുന്നു. കാരണം പണ്ട് നമ്മൾ ഈ മേഖലയിലേക്ക് വരുമ്പോൾ വലിയ വലിയ ഫോട്ടോഗ്രാഫേഴ്സ് കാട് കയറുന്നു, അവർ ഈസി ആയിട്ട് കാട് കയറുന്നു. നമ്മൾ ടൂറിസ്റ്റുകൾ പോകുന്ന പോലെ പോയി ടിക്കറ്റ് എടുത്ത് ക്യാമറയായിട്ട് കറങ്ങി വരുന്നു. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ കയറുന്നു, അതുപോലെ എനിക്ക് എത്തിപ്പെടണം, അതുപോലെ ഞാൻ ഒരു സമയത്ത് എത്തി നിൽക്കണം എന്നുണ്ടായിരുന്നു. അത് ഇന്ന് ഞാൻ 100% ആയോ എന്ന് ചോദിച്ചാൽ ഞാനൊരു 99% ഞാനത് കവർ ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് എത്തി. എൻ്റെ ഡ്രീം കാടുകളും അതുപോലെ തന്നെ യാത്രകളും എല്ലാം ഞാനിപ്പം ഏകദേശം സക്സസ് ആക്കി. ഇപ്പം മസൈമാര കെനിയയിൽ വരെ കാലുകുത്തി വീണ്ടും ഞാൻ കെനിയയിലേക്ക് പോകാൻ പോകുന്നു. അതാണ് എൻ്റെ ഒരു ഡ്രീം. അപ്പൊ അച്ചീവ് ചെയ്തു. തീർച്ചയായും ഞാൻ അത് അംഗീകരിക്കും. ഞാനിപ്പം മുമ്പാണെങ്കിൽ ഞാനത് സ്വപ്നം ഉണ്ടായിരുന്നു, പോണം എന്നൊക്കെയായിരുന്നു. ഇപ്പം ഞാനത് കാലുകുത്തി വീണ്ടും പോവാൻ നിൽക്കുന്നു. അങ്ങനെ കാത്തിരുന്ന് എടുത്തൊരു ക്ലിക്ക്, അതായത് നമ്മൾ ഏതൊരു മേഖലയിൽ പോകുന്ന സമയത്തും ഇത് വേണം എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും. ഇപ്പൊ മഹേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനിമലിനെ കാണണം, എനിക്ക് അതിനൊരു ക്ലിക്ക് വേണം, ഞാൻ അത് ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നുണ്ടാവില്ല. അങ്ങനെ എടുത്തൊരു ക്ലിക്ക് ഉണ്ടാവും? അങ്ങനെ ഒരു ക്ലിക്കിൽ നിൽക്കില്ല. അതാണ് ഈ വൈൽഡ് ലൈഫ് നമ്മളെ വീണ്ടും വീണ്ടും യാത്ര ചെയ്യിപ്പിക്കുന്നത്. അത് തന്നെയാണ്. ടൈഗറെ കാണാൻ മാത്രമായിട്ട് നമ്മൾ വർഷങ്ങളോളം കാട്ടിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ചാൻസസ് കിട്ടിയിട്ടില്ല. പിന്നീട് അങ്ങോട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, ആ കാടിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ന ചിത്രങ്ങൾ കിട്ടണമെങ്കിൽ ഇന്നവിടെ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ടൈഗർ ആ ഭാഗത്തൂടെയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ഓരോ തവണയും ഓരോ ഫ്രെയിമിനായിട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഓരോ മൂവ്മെൻറ്റിന് വേണ്ടി സഞ്ചരിച്ചുകൊണ്ടേ. അതൊരു സ്റ്റോപ്പ് എന്ന് പറയാനുള്ളൊരു സാധനം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇനിയും ഉണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന മൊമെന്റ്, ഇനിയും വെയിറ്റിംഗ് ആണ്. എൻ്റെ ആരോഗ്യം എത്രയുണ്ടോ അത്രയും ഞാൻ ട്രാവൽ ചെയ്യും, അത്രയും ചിത്രങ്ങൾ എടുക്കും. നമ്മൾ ഒരിക്കലും ഒന്ന് പൂർണ്ണമാവുന്നില്ല വൈൽഡ് ലൈഫിൽ. ഒരിക്കലും ഇന്നത് കിട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരാൻ ഞാൻ ഒരു വർഷം, അതാ ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ മസൈമാര കെനിയയിലേക്ക് വീണ്ടും പോകുമെന്ന് പറയാൻ അവിടെ ഇനിയും ഉണ്ട്. അതാണ് ഇപ്പൊ കാട്ടിലെ രാജാവ് സിംഹം നമ്മൾ പറയാ, അങ്ങനെയാണ്. ഇപ്പൊ മഹേഷന്റെ കണ്ണിൽ, ആ ക്യാമറ കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് ആരെയായിരിക്കും കാട്ടിലെ രാജാവായിട്ട് പറയുന്നത്? രാജാവ് നമ്മൾ ഈ പറയുന്ന പോലെ സിംഹവും ഇല്ലാത്ത കാടുകളിൽ കടുവയും അങ്ങനെയൊക്കെയാണ്. പക്ഷെ എല്ലാത്തിനും ഒരു ഭംഗിയാണ്. ഇപ്പൊ പക്ഷികളെ മാത്രം ഫോട്ടോ എടുക്കുന്നവരോട് ചോദിച്ചാൽ പറയും അതൊരു ഭംഗിയാണ്. അല്ലാതെ അതാണ് അവിടുത്തെ, അല്ലാതെ ഒരു ഇന്നത് രാജാവ് മന്ത്രി പറയാനൊന്നും ഇല്ല. വൈൽഡ് ലൈഫിലെല്ലാം എല്ലാത്തിനും ഒരു പ്രത്യേക ഭംഗിയാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് ടൈഗറിനെയാണ്. അതെൻ്റെ ഒരു വാശിയായിരുന്നു. ഞാൻ കുറേ കാലം കാട് കയറി കാണാൻ പറ്റാത്തത് കണ്ട് കിട്ടിയപ്പോൾ വീണ്ടും 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 അതിൻ്റെ എണ്ണം കൂട്ടാൻ, ഡിഫറെൻ്റ് ടൈഗറെ ഷൂട്ട് ചെയ്യാനുള്ളൊരു വാശി പിന്നീട് എനിക്കത് വന്നു. എന്താ ഈ ഫസ്റ്റ് മൊമെന്റ് നമ്മൾ അവർ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നൊരു ഫീൽ എന്താ? അതായത് നമ്മൾ നോർമലി ഇപ്പൊ ഒരു സൂല് പോയിട്ട് കൂട്ടിൽ കിടക്കുന്ന കടുവനെ കാണുന്നു, നമ്മൾ പുറത്തുനിന്ന് ഇഷ്ടം പോലെ നമ്മുടെ താല്പര്യാനുസരം സംസാരിക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെന്താ ഇങ്ങനെ ചെറിയൊരു മൂവ്മെന്റ് മാത്രമാണ്, വളരെ ചെറിയൊരു സ്പേസിലാണ് അവര്. അതൊരു കേജ് ഉണ്ട്, നമുക്ക് ഒത്തിരി സേഫ്റ്റി ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല കാണുന്നത്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ടോട്ടലി ഡിഫറെന്റ്. കാരണം ദിവസങ്ങളോളം നമ്മൾ കാട്ടില് നടക്കണം.
അല്ലെങ്കിൽ രാവിലെ പോയി ഇന്ന സ്ഥലത്ത് ടൈഗർ പാസ് ചെയ്യും, അതിൻ്റെ ടെറിട്ടറി എവിടെയാണ് അറിയാലോ. ഒരു കടുവയ്ക്ക് 3 കിലോമീറ്ററിൻ്റെ അടുത്ത്, അതിപ്പോൾ ചുരുങ്ങി കേട്ടോ, കാരണം എണ്ണ അത്രയും കൂടി, ടൈഗറിൻ്റെ പോപ്പുലേഷൻ കൂടിയത് കൊണ്ട് ടെറിട്ടറി സ്വാഭാവികമായിട്ട് ചുരുങ്ങി വരുന്നുണ്ട്, അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ അതാവുമ്പോൾ ആ ഭാഗത്ത് നമ്മൾ പോയി നിൽക്കുന്ന ദിവസം വരണം എന്നില്ല. പക്ഷെ തൊട്ട് തലേ ദിവസം അവിടെ ടൈഗർ വന്ന് പോയിരിക്കാം, അല്ലെങ്കിൽ വന്ന് കണ്ടിട്ടുണ്ടാകും, ഗൈഡോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ. നമ്മളവിടെ ദിവസങ്ങളോളം കാത്തിരിക്കും, മണിക്കൂറുകളോളം കാത്തിരിക്കും. അത്യാവശ്യം വേണ്ട ഭക്ഷണം മാത്രം എടുത്ത് പോയി, അങ്ങനെ അത് വരും, ഇന്ന് വരും, ഇപ്പോൾ വരും എന്ന് പ്രതീക്ഷയോടെ വന്ന് ഒരു സെക്കൻഡ് പോലും നിൽക്കാതെ ചിലപ്പോൾ പോവും. അപ്പോൾ ചിലപ്പോൾ ചിത്രങ്ങൾ എടുക്കാൻ പറ്റും, ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അത് കണ്ടു, ആസ്വദിച്ചു. ക്യാമറ സെക്കൻഡാണ് നമ്മൾ എടുക്കുന്ന, അത് കണ്ടത് ഡാറ്റ ആയിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട ഒരു ഉപകരണം മാത്രമാണ് ക്യാമറ. പക്ഷെ ആ മനസ്സിൽ നമ്മൾ കാണുന്നത് അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അതൊരു വല്ലാത്തൊരു ഫീലാണ്. ഭയം തോന്നിയിട്ടുണ്ട് ഏറ്റവും ആദ്യം? ഇപ്പൊ ഒരുപാട് പോയി 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 ഒരു പ്രാക്ടീസ് പോലെ ആദ്യം ഉണ്ടായിരുന്നു. ഈ ആന അല്ലെങ്കിൽ കാട്ടുപോത്ത് പോലെയുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ ചിലപ്പോൾ അറ്റാക്കുകൾക്ക് പലവടിയും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കാടായതുകൊണ്ട് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇപ്പം ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, നമ്മളെ കാട്ടിനെ കുറിച്ച് പഠിച്ചാൽ ഇതൊന്നും ഒന്നുമല്ല. നാട്ടിലെ ജീവിക്കണേക്കാളും സേഫാണ് കാട്ടിലെ. കാരണം നാട്ടിൽ അത്രയും ക്രൈമും പ്രശ്നങ്ങളും നടക്കുമ്പോൾ കാട്ടില് കൂളാണ്. മനുഷ്യർ മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചൂസ് ചെയ്യും? രണ്ടും വേണം, അങ്ങനെ ഒന്നായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. രണ്ടും വേണം. മൃഗം, കാട്, ഇതെല്ലാം ഉണ്ടെങ്കിലേ മനുഷ്യനേ ഉള്ളൂ എന്ന് വേണം പറയാൻ. എന്നാലും കുറച്ചുകൂടി സേഫർ എവിടെയായിരിക്കും? നാട്ടിൽ ജീവിക്കാനാണോ കാട്ടിൽ ജീവിക്കാനാണോ കുറച്ചും കൂടി സേഫ്? ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ പറയൂ ഏതായിരിക്കും? കാട് ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കാട് എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്കറിയില്ല എനിമൽസ് എന്നെ അറ്റാക്ക് ചെയ്യും. എന്നെ മനസ്സിലങ്ങനെയാണ്. ഞാൻ കാട്ടിൽ പോകുന്നു, എനിമൽ എന്നെ കാണുന്നു, മൃഗങ്ങൾ എന്നെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു, ഞാൻ സ്പോട്ടിൽ തീരുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ചുകൂടി നാട്ടിലായതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഞാൻ നാട്ടിലായിരിക്കും കുറച്ചുകൂടി സേഫ് ആയിരിക്കാം എന്ന്. ഇന്നത്തെ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ കാടാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി നല്ലത്. അതെല്ലേ? ഞാൻ ഭാവിയിലുള്ള കാടിന്റെ സൈഡ് ഏതെങ്കിലും സ്ഥലം കിട്ടി അവിടെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. കുറച്ചുകൂടി സമാധാനം കാട്ടിലാണ്. അടിപൊളി. നമുക്ക് നോക്കാം. കാട്ടിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണ് കുറെ പാക്കേജസ് അറിയുന്നത്. കാട്ടിലേക്ക് ട്രെക്കിംഗ് പാക്കേജസ് കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇപ്പോഴാണ് കുറച്ചും കൂടി. അപ്പൊ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. ഇങ്ങനെ പാക്കേജസ് വരുന്ന സമയത്ത് ശരിക്കും എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യേണ്ടേ? അത് ഞാനൊരു പാക്കേജിൽ പോകുന്ന ഒരാളല്ല, അതുകൊണ്ട് എനിക്കത് പറയാനായിട്ടത് കഴിയില്ല. ഞാനിപ്പം കേരളത്തിലെ ഒട്ടുമിക്ക കാടുകളും ഞാൻ ഒന്നില്ലെങ്കിൽ അവിടുത്തെ പ്രൊജക്റ്റ് എന്തെങ്കിലും ഏറ്റെടുത്ത് ചെയ്യുക, അത് പെർമിഷനോടെ കൂടെ. അല്ലാതെ ടൂറിസ്റ്റുകൾ പോകുന്ന പോലെ എനിക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യങ്ങൾ വന്നിട്ടില്ല. പിന്നെ ഞാൻ കൊണ്ടുപോകുന്നവർ, അത് നമ്മളൊരു പാക്കേജ് ഇടുമ്പോൾ അതൊരു വരുമാന മാർഗമാണ്. അപ്പോഴേ തൊട്ട് മുമ്പ് ഇതിലെ വരുമാന മാർഗം എന്താണെന്ന് ചോദിച്ചില്ലേ, അത് നമ്മൾ കൊണ്ടുപോകുന്നതാണ്. ഇത്ര ഫീസ് പറയുന്നു, അവർക്ക് വേണമെങ്കിൽ വരാം, കാട്ടിനകത്തൊരു സഫാരി, താമസം, ഭക്ഷണം, അങ്ങനെയായിട്ട്. മറ്റേത് നമ്മൾ കാട്ടിനകത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അത് പെർമിഷനും അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും പ്രൊജക്റ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രം കിട്ടുന്നൊരു കാര്യമാണ്. അങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോവുക. സഫാരിയൊക്കെ കൊണ്ടുപോകുന്നവർ ജിപ്സി പോലെയുള്ള വെഹിക്കിളിലായിരിക്കും. അപ്പോൾ അവിടെ സേഫായിരിക്കും. കുറച്ചും കൂടി ഈ സൂവിൽ നിന്ന് കാണുന്ന അതേ ഒരു ഫീലൊക്കെ തന്നെയാണോ? അല്ല, ഒരിക്കലും അല്ല. കാടാണത്. നമ്മളെ കാല് കുത്തി നടക്കാൻ അല്ലെങ്കിൽ അവിടെ ഇറങ്ങാൻ പറ്റില്ല എന്നേ ഉള്ളൂ. സഫാരി വെഹിക്കിളിനകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇപ്പോൾ കെനിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മസൈമാരിൽ, ഫോറിൻ കൺട്രിയിലെല്ലാം അവിടെ ജിപ്സി പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങളിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ. ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ പേര് ഇപ്പോൾ ഇതിനോട് പാഷനേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് മെയിൻ ഒരു റീസൺ തോന്നുന്ന ഒരു കാര്യമാണ്, അതായത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സമയത്ത് വലിയ ലെൻസ് ഉള്ള ക്യാമറ, അതുപോലെ തന്നെ കോസ്റ്റ്യൂം, അതിന്റെ ഒരു ഓറ ഉണ്ടല്ലോ. നമുക്കൊരു ചെറിയ ഈ ലുക്ക് കൊള്ളാം, ഓക്കെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം എന്ന് തോന്നാറുണ്ട്. അതൊരു റീസൺ ആണോ? അത് കാട്ടിലേക്ക് ചെല്ലുമ്പോൾ കോസ്റ്റ്യൂം കളറാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. അല്ലാതെ ഇനിയിപ്പം ജാക്കറ്റ് അതിനകത്ത് ഇട്ട് പോയാൽ കടുവ കാണണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഷൂസ് ഇന്നത് വേണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ കാടിനെ കുറിച്ച് നന്നായി അറിയണം. അവർക്ക് ശല്യം ആവാത്ത രീതിയിലുള്ള കളർ കോഡുള്ള ഡ്രസ്സുകൾ ധരിക്കണം. പെർഫ്യൂം, അങ്ങനെയുള്ള സോപ്പ് ഇതൊന്നും ഉപയോഗിച്ച് പോയാൽ അവർക്ക് പെട്ടെന്നത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് സൈറ്റിംഗ് കുറവായിരിക്കും ആ സമയങ്ങളിൽ. അതുകൊണ്ടാണ് ഈ കാട്ടിലേക്ക് പോകുന്നവർ
പെർഫ്യൂം പോലെയുള്ളതോ അല്ലെങ്കിൽ ഡ്രസ് കോഡുകളൊക്കെ ശ്രദ്ധിക്കുന്നത്. അല്ലാതെ ഇപ്പം ഇങ്ങനെ ജാക്കറ്റ് ഇട്ട് പോയി വലിയ ലെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ചിത്രം കിട്ടുള്ളൂ, വലിയ ക്യാമറ ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എന്ത് ലെൻസും 8, 10, 12 ലക്ഷം രൂപയുടെ ക്യാമറയായിട്ട് നമ്മൾ പോകുമ്പോഴും ഒന്നും കാണില്ല. ചിലപ്പോൾ നമ്മൾ മൊബൈൽ ക്യാമറയും കൊണ്ട് ട്രാവൽ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കാട്ടിൽ പോകുമ്പോൾ അപ്പോൾ ചിലപ്പോൾ ടൈഗറോ പുലിയോ നമ്മുടെ മുന്നിലേക്ക് വരാം, വേറെ വഴിയില്ല. അപ്പോൾ ക്യാമറയില്ല നമ്മുടെ കയ്യിൽ. അപ്പം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ കളർ കോഡും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഇതുപോലെ തന്നെ ട്രക്കിങ്ങിന് പോയിട്ട് അപകടത്തിൽ പെടുന്ന കാര്യങ്ങൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറേ ന്യൂസസ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണോ, അതോ കാട് ശരിക്കും അറിയാത്തത് കൊണ്ടാണോ? ഇവരെടുത്ത് ചാടി ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അവിടെ നിൽക്കണം, ആസ്വദിക്കാന്നേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. അവിടെ വന്യതിലേക്ക് വലിഞ്ഞു കയറാനൊന്നും ആർക്കും ഇതില്ല. ഒരു വെള്ളച്ചാട്ടം കണ്ടാൽ അത് ദൂരം നിന്നായാലും, അല്ലെങ്കിൽ ഒരു ചിത്രം എടുത്തു, ഇതങ്ങനെയില്ല. അതിന് മുകളിൽ എന്താണ് എന്ന് നോക്കാനാണ് നമ്മളുടെ ക്യൂരിയോസിറ്റി. അതാണ് അപകടം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചേട്ടനാണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിട്ട് പോകുന്ന സമയത്ത് അവർക്ക് എന്താ പറഞ്ഞു കൊടുക്കാറ്? ഇങ്ങനെ നിങ്ങൾ ബിഹേവ് ചെയ്യൂ. ഇപ്പൊ നാട്ടിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് നമ്മൾ പറയാറില്ല, പക്ഷെ കാട് അങ്ങനെയല്ല. കാടങ്ങനെയല്ല, തീർച്ചയായും. അത് എപ്പോൾ വേണം, ഞാൻ പറയാല്, കാടിന് 2 വശങ്ങളുണ്ട്, ഇല്ലെന്നല്ല. നിങ്ങൾ തൊട്ട് മുമ്പ് പറഞ്ഞത് കാട് ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ച ഒരു പരിധി വരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരുപാട് യാത്രകൾ, ഇപ്പം ഞാൻ ബൈക്ക് റൈഡ്, പണ്ടൊക്കെ ബൈക്ക് റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10-20 ആളെ കൊണ്ടൊക്കെ പോകുന്നു. അപ്പോൾ നമ്മൾ അവരോട് പറയുന്നത് ഇത്ര കിലോമീറ്റർ സ്പീഡിലേ വണ്ടി പോകാൻ കഴിയുള്ളൂ, ഇന്ന സ്ഥലങ്ങളിൽ നിർത്തണം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ പറയണം എന്നൊക്കെ പറഞ്ഞ് വ്യക്തമായൊരു പ്ലാനിങ് കൊടുത്തിട്ട് വേണം കാട്ടിലേക്കാണെങ്കിലും റോഡിലേക്കാണെങ്കിലും ഇറക്കാൻ. മാറ്റല്ലേ ഇവിടെ, കാടായാലും റോഡായാലും നിർദ്ദേശങ്ങളുണ്ട്. വേണം. കറക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ദിവസം സ്റ്റേ ചെയ്യാറുണ്ട്. കാത്തിരുന്നാണ് ഒരു ചിത്രം കിട്ടുന്നത്, അല്ലെ? ആ ഒരു കാത്തിരിപ്പിന്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പോ പറയുകയാണെങ്കിൽ നൈറ്റ് നമ്മൾ സ്റ്റേ ചെയ്യേണ്ടി വരും. അതായത് രാവിലേക്കും രാത്രിക്കും കാടിന് 2 സ്വഭാവമാണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ? രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രികാല ചിത്രങ്ങൾക്കായിട്ട് കൂടുതലായിട്ട് ഞാൻ റിസ്ക് എടുക്കാറില്ല. പക്ഷേ വരുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെ എവിടെയാണ് എന്താണെന്നുള്ള സ്പോട്ട് ചെയ്ത് വന്ന് തിരിച്ച് ക്യാമ്പിൽ നിന്ന് റൂമിലേക്ക് വന്ന് അതിരാവിലെ തന്നെ 4-5 മണിയാകുമ്പോഴത്തേക്ക് ആ സ്പോട്ടിലേക്ക് നമ്മൾ എത്തി വെയിറ്റ് ചെയ്യും. വെള്ളം കുടിക്കാൻ വരും, അല്ലെങ്കിൽ അവിടെ കില്ല് നടക്കും, അല്ലെങ്കിൽ നടന്ന അത് കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു കാട്ടുപോത്തിനെ അല്ലെങ്കിൽ മാന്യം എന്തെങ്കിലും പിടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാനായിട്ട് അവിടെ വരുന്നുള്ളൊരു ധാരണ നമുക്കവിടെ ഉണ്ടാവണം. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യാറ്. രാത്രിയിലെ ചിത്രങ്ങൾ ചിലപ്പോൾ എനിക്ക് ആവശ്യം വരാറില്ല. നല്ല ചിത്രങ്ങൾ എടുക്കാൻ ചിലപ്പോൾ കഴിയില്ല. ഇപ്പോൾ അവിടെ കില്ല് നടക്കാന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ മനുഷ്യ സഹജമാണ്, നമുക്ക് ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് അതിനോടൊരു അറപ്പ് തോന്നാം, അതുപോലെ തന്നെ ഒരു ഭയം തോന്നാം. പക്ഷെ കാട് അവരുടേതായ രീതി ഡിഫറെന്റ് ആണ്. അതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാറില്ലേ? എന്നെ കാണുന്ന സമയത്ത് ആദ്യം ഒരു ഇത് എന്താണ് ആ ഒരു ഫീൽ കിട്ടില്ലേ? അതെ, ഇപ്പൊ നമുക്ക് കില്ല് നടന്നവിടെയൊക്കെ ബാഡ് സ്മെല്ലായിരിക്കും. ഒരുപാട് ദൂരം ആ സ്മെല്ലുണ്ടാവും. പക്ഷെ നമ്മളവിടെ ട്രൈപോഡും വെച്ച് ലെൻസും വെച്ച് അവിടെ ഇരിക്കും. ഈ സാധനം എപ്പോൾ വന്ന് ഇത് കഴിക്കുക എന്നിട്ട് ആ സ്മെല്ല് നമ്മൾ അനുഭവിക്കുക വേണം. പക്ഷെ അതൊരു രസമാണ്. രസമാണ്. നമ്മളിങ്ങനെ നാട്ടിലിങ്ങനെ ഇരിക്കുന്ന പോലെയല്ല കാട്ടിൽ. അതൊരു രസമാണ്. നമ്മൾ വരുന്ന പ്രതീക്ഷ കൊണ്ട് ഇരിക്കുകയാണ്. ബുദ്ധിമുട്ടില്ല, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഫൈൻ. അതുപോലെ തന്നെ ഇപ്പോ കാട് നാട് രണ്ട് സ്ഥലമാണ്. ഇപ്പൊ നമ്മുടെ സറൗണ്ടിങ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ശബ്ദമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കാട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഏകാന്തത ഒരു പ്രശ്നമാണ്. മനുഷ്യന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഈ ഒരു ഏകാന്തത എന്ന് പറയാറുണ്ട്. കുറെയൊക്കെ ടൈമിൽ നമുക്കത് പറ്റില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ കാട് അങ്ങനെയല്ല. അവിടെ ചെല്ലുന്ന സമയത്ത് ആ ക്യാമറയുണ്ട്, നമ്മളും ഉണ്ട്, അല്ലേ? പിന്നെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത കുറെ മൃഗങ്ങളുണ്ട്. ആ ഒരു ഏകാന്തത എങ്ങനെയാ കൺട്രോൾ ചെയ്യാറ്? അല്ലെങ്കിൽ അതൊരു ഹാപ്പിനെസ് ആണോ അതോ ഒരു കഷ്ടമാണോ? എന്താ കഷ്ടമൊന്നുമല്ല. കാടിനെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഫോട്ടോഗ്രാഫിക്ക് ഇറങ്ങുകയുള്ളൂ. അപ്പം അതൊരു കഷ്ടം എന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഈ നാട്ടിലെ ഈ ബഹളങ്ങളൊക്കെ മതിയാക്കിയിട്ടാണ് നമ്മൾ കാട് കയറുന്നത്, ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്ന് കണ്ടിട്ടില്ലേ, എല്ലാവരും ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവർ മിക്കതും ട്രാവൽ ചെയ്യുന്നത് കാടുകളും അല്ലെങ്കിൽ ഹില്ലുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അവിടെ അവർക്ക് വേണ്ട എന്താ? ഒരു മൊബൈൽ ടവർ ഇല്ലാത്തൊരു സ്ഥലം,
കുറച്ച് സമാധാനം, കുറച്ച് അങ്ങനെ അങ്ങനെയുള്ളൊരു ട്രിപ്പാണ് ഇപ്പോൾ കേട്ടോ. പഴയ പോലെയല്ല, ഒരുപാട് പേര് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയാം, മെയിൻ കാര്യമാണ് അത്, നമ്മൾ പോകുന്നത് വേറൊരാളുടെ വീട്ടിലേക്ക് അല്ലേ. അവിടെ അവരുടേതായിട്ടുള്ള സംസാരങ്ങൾ മാത്രം മതി. കാട്ടിൽ പക്ഷികളും മൃഗങ്ങളും അവർ തമ്മിൽ സംസാരിച്ചോട്ടെ. നമ്മൾ പോയിട്ട് സൗണ്ട് ഇട്ട് സംസാരിക്കേണ്ട ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവർ ശല്യം ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. ഓക്കെ. ഞാൻ ഇപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറയുന്നവർ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ട കാര്യമാണ്, കണ്ണും കാതും മൂക്കും എല്ലാം ഓപ്പൺ ആയിരിക്കണം. നിങ്ങൾ ഒരു കാര്യം മാത്രം അടച്ചു വെച്ചാൽ മതി, വായ. കറക്റ്റാണ്. അതിലിപ്പം നമ്മൾ കണ്ണും കാതും തുറന്നു വെച്ചാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. തീർച്ചയായും ടൈഗറും അല്ലെങ്കിൽ എന്തും ഒരു പക്ഷിയാണ് ഇന്നതാണെന്ന് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ ഞാൻ പറയാം, ഞങ്ങൾ ദിവസങ്ങളോലും ടൈഗറെ ഫോളോ ചെയ്ത് നിൽക്കുക, ഇന്ന ഭാഗത്തേക്ക് വരുന്നുള്ളത് വരുമ്പോൾ നമ്മൾക്ക് ഇത്രയും കൊടുങ്കാട്ടിൽ അല്ലെങ്കിൽ വലിയ കാടുകളിൽ ബൈനോക്കുലർ പോലെയുള്ള സംവിധാനം വെച്ച് നോക്കാനേ കഴിയുള്ളൂ. ഇത് എവിടെ നിന്ന് മൂവ്മെൻറ്റ് സംഭവിക്കണമെന്നൊന്നും അറിയില്ല. അറിയണമെങ്കിൽ ഈ പക്ഷികളുടെ സൗണ്ട്, മറ്റു മൃഗങ്ങളുടെ സൗണ്ട് മനസ്സിലാക്കണം. ടൈഗർ വരുന്നുണ്ട്, അവിടെ സൗണ്ട് കൂടും, ഈ പക്ഷികളെല്ലാം സൗണ്ട്. അപ്പോൾ അത് എന്ത് കോളാണ്, അലാം കോളാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൃഗങ്ങളെ കാണുമ്പോൾ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആദ്യം ഇതെല്ലാം ശ്രദ്ധിക്കണം. ഒബ്സർവേഷൻ അത് മസ്റ്റാണ്. അല്ലാതെ ഒരു വലിയൊരു ലെൻസും ക്യാമറയും വില കൂടിയ ക്യാമറയും ഉണ്ടെങ്കിൽ ചിത്രങ്ങളെ കിട്ടില്ല. ഒബ്സർവേഷൻ മസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഗൈഡ് പറയുന്നത് മാത്രം വിശ്വസിച്ച് നടക്കണം. ഇത് നമ്മൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സൈറ്റിംഗ് ചാൻസസ് കൂടുതലായിരിക്കും. ഇപ്പോൾ കാട്ടിലെ ഏറ്റവും അപകടകരമായ ജീവി എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ആദ്യം പറയാറ് പെട്ടെന്ന് പറയാം ആന, പുലി, കടുവ. പക്ഷേ മഹേഷേൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എന്ത് പറയും? അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് പറയാനില്ല. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അത് നമ്മൾ ഈ പറയുന്നതെല്ലാം നാട്ടിൽ സംഭവിക്കുന്നതുകൊണ്ട് പറയുകയാണ്. അതാണ് അതിൻ്റെ. കാട്ടിൽ വിഷയമല്ലല്ലോ. നാട്ടിലിറങ്ങുന്ന ഈ കടുവ മനുഷ്യനെ പിടിച്ചു, ആന ചവിട്ടിക്കൊന്നു, ഇതെല്ലാം നാട്ടിൽ നടക്കുന്നതാണ്. കാട്ടിൽ ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അവിടെ അവരെ ശല്യം ചെയ്യാതെ ഇരുന്നാൽ അതങ്ങനെ ആ ഒരു ഭാഗം ക്ലിയറായി പോകും. അപ്പോൾ അവർ നമ്മൾ അറ്റാക്ക് ചെയ്യില്ല എന്നാണോ? അറ്റാക്ക് ചെയ്യാൻ ഞാൻ വീണ്ടും പറയുന്നു, ഒരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി അവരെ ശല്യം ചെയ്യാതിരിക്കണം. അതിനൊരു ഡിസ്റ്റൻസ് വേണം. നമ്മൾ പോകുന്നത് പെർമിഷൻ ഇല്ലാത്തൊരു അവരുടെ വീട്ടിലേക്ക് കയറി പോവുകയാണ്. പോകുമ്പോൾ എപ്പോഴും നമ്മൾ വാതിൽ തട്ടുക, പറ്റില്ലെങ്കിൽ മാറി നിൽക്കുക എന്ന് പറയില്ലേ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ. അതുപോലെ ഒരു ഡിസ്റ്റൻസ് നമ്മൾ അവിടെ കീപ്പ് ചെയ്യണം. ടൈഗർ ആയാലും കടുവയായാലും ലെപ്പേർഡായാലും കരടിയായാലും എന്തും ഒരു ഡിസ്റ്റൻസ് അവിടെ കീപ്പ് ചെയ്താൽ പ്രശ്നങ്ങളൊന്നും. കരടി വളരെ ഡേഞ്ചറസ് ആണ്, ഭയങ്കര അപകടകാരിയാണെന്നാണ് പറയാറ്. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കരടിയെ. അതിൻ്റെ ഭംഗിയും ചെറിയ കുട്ടികളെ എല്ലാം അതിൻ്റെ പുറത്ത് വെച്ച് നടക്കുന്നതും ഒക്കെ കാണുമ്പോൾ കരടിയൊക്കെ നല്ല ഭംഗിയാണ്. ബാക്കി പേടിയെല്ലാം അത് നമുക്ക് അനുഭവിക്കുമ്പോഴേ വരുന്നുള്ളൂ. എനിക്കിതുവരെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. അതെ, അതുകൊണ്ട് അതിൽ ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര ഭംഗിയുള്ള ഫ്രെയിംസ് ആണ്. കാട് എപ്പോഴും ബ്യൂട്ടിഫുൾ ആണ്, അടിപൊളി. അതുപോലെ ഈ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അല്ലെങ്കിൽ ട്രക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഫുഡ് കാര്യങ്ങളൊക്കെ എന്താ ചെയ്യാറ്? ട്രക്കിങ്ങിന് പോകുമ്പോൾ അത്യാവശ്യം വേണ്ടത് നമ്മൾ ബാഗിൽ വെച്ചിട്ട് പോകും. അവിടെ നിന്ന് വെച്ച് അവിടെ പോയി കുക്ക് ചെയ്യേണ്ട ഇതിലൊന്നും നിൽക്കുന്നില്ല. ബാഗിൽ ഉച്ചഭക്ഷണം എല്ലാം വെച്ച് അത്യാവശ്യം വേണ്ട വെള്ളം പിന്നെ ഈ പുഴയിലും മറ്റ് സംവിധാനങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് നമ്മളെടുത്ത് അവിടെ നിന്ന് കുടിക്കും. പിന്നെ അപ്പം ആ പ്രശ്നങ്ങളൊന്നും ഇല്ല. നാട്ടിലെ വെള്ളമൊക്കെയാണ് കുടിക്കുമ്പോൾ പ്രശ്നമുള്ള. അവിടെയൊക്കെ നല്ല വിഷമില്ലാത്ത വെള്ളം കിട്ടും കുടിക്കാനായിട്ട്. പിന്നെ അതാണ് കുറച്ചും കൂടി ഈസി വേ. അതാണ് ഈസി. അടിപൊളി. അതുപോലെ തന്നെ ഇപ്പോൾ ചേട്ടൻ ഇനി വീണ്ടും പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം, പുതിയ അങ്ങനെ ഇന്ന ഒരു അനിമലിനെ എൻ്റെ ഫ്രെയിമിൽ വേണം, ഞാൻ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഞാൻ വീണ്ടും എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കാന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പ്ലാനിൽ? ഈ ഒരു ഒരുപാടുണ്ട് കേട്ടോ. അതങ്ങനെ എനിക്ക് ഒന്നിലും നിർത്താൻ കഴിയില്ല. വൈൽഡ് ലൈഫിൽ അതൊരു പ്രശ്നമാണ്. നമുക്ക് എന്ത് കിട്ടിയാലും മതിയാവില്ല, വീണ്ടും. അതാ ഞാനൊരു മാസം നമ്മളടുത്തുള്ള പറമ്പുകുളം കാട്ടിൽ എത്ര തവണ പോയി ചോദിച്ചാൽ ഒരു മാസം 5, 6, 7 തവണ ഞാൻ പോകും. എനിക്കിവിടെ താഴെ ഫ്രീ ആണെങ്കിൽ ഞാൻ കയറി പോവും. അതുപോലെ ഇത് ഓരോ പ്രതീക്ഷകളാണ്. ഓരോ ദിവസം ഇന്ന ചിത്രം ഇന്ന രീതി കിട്ടണം എന്നുണ്ടാവും, പക്ഷെ ചിലപ്പോൾ കിട്ടില്ല. വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കും.
നമ്മളൊന്നിലും നിൽക്കില്ല. ഒരു ഫ്രെയിം ഇപ്പോൾ ഒരു സൺസെറ്റാണ് വേണ്ടത്, സൺറൈസാണ് വേണ്ടത്, അല്ലെങ്കിൽ സിംഹത്തിൻ്റെ പുറകിൽ സൂര്യൻ വന്ന് നിൽക്കുന്ന ഒരു ഫ്രെയിമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്തത് യാത്രയിൽ നമ്മൾ വേറെ ഇന്നത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും പോകുക. അങ്ങനെ ഒരിക്കലൊരു സ്റ്റോപ്പില്ല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ. അത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത സ്റ്റോപ്പില്ലാത്തൊരു പരിപാടിയാണ്, കണ്ടിന്യൂസ്. അതെ അതെ. ഓക്കെ, അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, അങ്ങനെ കുറേ കൊമ്പന്മാരുണ്ട്. കാട്ടിൽ നിന്ന് അവർ നാട്ടിലേക്ക് എത്തുന്നു, പിന്നെ നമ്മൾ അവർക്കൊരു എന്താ പറയുക, ഒരു ആരാധന കഥാപാത്രമാക്കി ഒരു രൂപം നൽകുന്നു, അല്ലെ? അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ കാട്ടിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ വേറെ, നാട്ടിലേക്ക് വരുന്ന ലൈഫ് സ്റ്റൈൽ വേറെ. നമ്മൾ അവിടെ എപ്പോഴും മനുഷ്യന്റെ ഇമോഷനായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാറുണ്ട്. ഇപ്പോ അരിക്കൊമ്പന്റെ കാര്യം പറയുകയാണെങ്കിൽ പറഞ്ഞിരുന്നു, അമ്മ മരിച്ച അതേ സ്ഥലത്താണ് അവൻ വന്ന് നിൽക്കുന്നത്, അവൻ കരയുന്നു, പോകുന്നു. ഈ കാടിനറിയുന്ന അനിമൽസിനെ നിങ്ങൾ ഇത്രയും അടുത്ത് കാണുമ്പോൾ ഈ ഒരു ഇമോഷൻസ് അവർക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് ശരിയാണ് ശരിക്കും? ഇത് കുറച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് അറിയാലോ, മീഡിയം എല്ലാം ഇങ്ങനൊരു അതാണിപ്പോൾ വേണ്ടത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റീച്ച് ആവാനും ഒക്കെ പഴയ കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് പ്രേക്ഷകരെ ഇങ്ങനെ പിടിച്ചു നിർത്താനാണ്. കാടിൽ അങ്ങനെ ബന്ധം കാണിക്കാനൊക്കെ പോയാൽ വേറെ രീതിയിലായിരിക്കും അത് റിയാക്ട് ചെയ്യുക. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ഇന്നാളെന്ന് പറയുന്നില്ല. അപ്പം നമ്മൾ കുറേ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് പറയാറുണ്ട്, ഞാനും കടുവയും അല്ലെ കരടിയും തമ്മിൽ കണ്ണും നോക്കി നിൽക്കാറുണ്ടെന്ന്. അങ്ങനെയൊന്നും സംഭവിക്കാൻ നടക്കില്ല. അത് അങ്ങനെയൊന്നും പറ്റില്ല. കാട്ടിലേക്ക് ഇറങ്ങുമ്പോഴേ അത് അറിയുള്ളൂ. അതൊക്കെ വെറുതെ നമ്മൾ പറഞ്ഞ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനതാണ് പറഞ്ഞത്. അതൊക്കെ അതൊക്കെ ഒരു കഥകളാണ്. എന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ഇത്രയും കൊല്ലം ട്രാവൽ ചെയ്ത് പോയതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു കാട്ടിൽ 1-2 ഫ്രണ്ട്സ് ഉണ്ടാവേണ്ടതാണല്ലോ. കടുവ 1-2 എൻ്റെ ഫ്രണ്ടായിട്ട് വരേണ്ടതാണ്. അതൊക്കെ ഒരു കഥകളാണ്. ഞാൻ അത് വലിയ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പല ബുക്കുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം. എനിക്കങ്ങനെ തോന്നുന്നില്ല, ചാൻസ് ഇല്ല. അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെയാണ് നാട്ടിലിറങ്ങിയ അരിക്കൊമ്പിനെയൊക്കെ ആൾക്കാർ ഇത്രയും തവണ പരിചയമുണ്ടേ. നാട്ടിൽ അവരെയൊക്കെ വിളിച്ച് പലവിടേക്കും കൊണ്ടുപോകാനും വരാനൊക്കെ വിളിച്ചിട്ട് പോകാമല്ലോ. അതൊക്കെ വെറുതെ പറയുന്നു, നടക്കില്ല. ഇല്ല. കാട് അതിൻ്റെ സ്വഭാവം, കാട്ടിൽ ജീവിക്കുന്നത് അതിന് വേറെ ഒരു സ്വഭാവം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം കടുവ അതാണ് ഏറ്റവും മെയിൻ, ഏറ്റവും ഇഷ്ടം, അല്ലേ? ഈ വൺസ് നമ്മുടെ ഫ്രെയിമിൽ വന്ന ആ കടുവനെ പിന്നീട് കാണുന്നു, അതിനെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടോ? യെസ്, അത് പറ്റും. അത് പറ്റണം. അതാ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം. ഒരുപാട് ടൈഗർ നമ്മളിപ്പോൾ ഇന്ന സ്ഥലത്താണ് അതിൻ്റെ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ആ ഒരു ടെറിട്ടറിയിൽ ആ ഒരു ടൈഗർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ വേറെ ടെറിട്ടറി അല്ലെങ്കിൽ ഇന്ന ടൈഗറെ നോക്കിപ്പോണെങ്കിൽ ആ 3 കിലോമീറ്ററിൻ്റെ അപ്പുറം തപ്പിപ്പോണം. അപ്പം അതെങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചോദിച്ചാൽ അതിൻ്റെ വര, ദേഹത്തുള്ള വര നോക്കിയിട്ട് അതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യും. ചിലതിനിവിടെ ഫൈറ്റ് കൂടിയതിൻ്റെയൊക്കെ പാടുകളുണ്ടാവും. അങ്ങനെയാണ് ഓരോ ടൈഗറിനും നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുന്നത്. 14 ടൈഗറോളം ഞാനത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവും. നമ്മൾ അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോൾ ആൾക്കാരെ ട്രോൾ ചെയ്ത്, കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, കയറി അടിക്കും. നമ്മളിപ്പോൾ കർണാടകയിലെ ടൈഗറിനെ എടുക്കുന്നു, അങ്ങനെ കുറേ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓപ്പണായിട്ട് പറയാം, കാരണം എനിക്ക് ഇനിയിപ്പം ഒന്നും പറയാനൊന്നുമില്ല. പലരുടെയും സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രശ്നങ്ങളായത് അങ്ങനെയാണ്. നമ്മളൊരു കടുവ കർണാടകയിൽ നിന്ന് എടുക്കുന്നു, അത് ഇന്ന കാടുകളിൽ നിന്ന് മാറ്റി പറയുന്നു. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് പിന്നെ അങ്ങോട്ട് പ്രശ്നങ്ങൾ തുടങ്ങും, അടിയിൽ കമൻ്റ് ഇട്ട്. അങ്ങനെ ഒരുപാട് പേരിൻ്റെ പോസ്റ്റ് അങ്ങനെ വന്നിട്ടുണ്ട്. ഇതിലൊരു പ്രശ്നമുണ്ട്. കാരണം പഴയ പോലെയല്ല, എല്ലാവർക്കും ബുദ്ധിയുണ്ട്. പിന്നെ അവരത് നോക്കി കയറി അടിക്കും. സാങ്കേതിക വിദ്യ കുറച്ചുകൂടി വളർന്നു നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു. അന്ന് നമ്മളെല്ലാം വിശ്വസിച്ചു, കാരണം അന്ന് നമുക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഇതൊക്കെ എങ്ങനെ സംഭവിക്കും, ഇവരൊക്കെ നമ്മളെങ്ങനെ കാട് കയറും എന്നുള്ളതൊക്കെ ഒരു ടെൻഷനായിരുന്നു അന്ന്. എങ്ങനെ കയറാൻ പറ്റും, എനിക്കൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവണം. നമ്മൾ ഇതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കുറേ കാര്യങ്ങളത് ഇതൊക്കെ കുറച്ച് വേറെയാണ്, ഇതെല്ലാം കുറച്ച് നുണയാണ്, തള്ളാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരിക്കലും നുണ പറഞ്ഞിട്ടൊന്നും ഒരു ചിത്രം മാറ്റിയിടാനോ അതൊന്നും കഴിയില്ല.